വിവിധ പരിപാടികളോടെയാണ് ജിദ്ദയിൽ ഈദാഘോഷം നടന്നത്. പരസ്പരം ആശംസകൾ കൈമാറിയും വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുത്തും പ്രവാസികളടക്കമുള്ളവർ പെരുന്നാളിന്റെ സന്തോഷം പങ്കുവച്ചു. കഴിഞ്ഞ രാത്രി തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും വിശ്വാസികൾ നടത്തിയിരുന്നു. നിർബന്ധ സക്കാത്ത് കൊടുത്തു വിടിയ ശേഷമായിരുന്നു പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഇന്ന് രാവിലെ പള്ളികളിലെത്തിയിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. പെരുന്നാൾ നിസ്കാരത്തിൽ വൻ ജനാവലി ദൃശ്യമായിരുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താമസ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പ്രവാസികൾ ഈദാശംസകൾ കൈമാറി. നാട്ടിലുള്ള കുടുംബങ്ങളുമായി മൊബൈൽ ഫോൺ വഴിയും ഇന്റർനെറ്റ് ചാറ്റിംഗ് വഴിയുമാണ് പ്രവാസികൾ ഈദാശംസകൾ കൈമാറിയതും സന്തോഷം പങ്കുവച്ചതും. പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന ഗാനമേള, ചെങ്കടലിലൂടെയുള്ള കപ്പൽ യാത്ര, മദ ഇൻസ്വാലിഹ്, അബഹ, ഖമീസ് മുഷായദ്, തായിഫ്, അൽഫുർസാൻ ദ്വീപ്, ഒബുഹൂർ തുടങ്ങിയ ചരിത്രപ്രധാന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നിവയാണ് പ്രവാസികളുടെ പ്രധാന പരിപാടികൾ. സൗദി സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈദ് ഫെസ്റ്റിൽ സൗദികളുടെ നാടോടി നൃത്തം, വെടിക്കെട്ട് പ്രയോഗം തുടങ്ങിയവയും ആകർഷക ഇനങ്ങളാണ്. വ്രതാനുഷ്ഠാനമായതിനാൽ നീട്ടിവെച്ച ഓണാഘോഷ പരിപാടികൾ ചില സംഘടനകൾ പെരുന്നാളാഘോഷത്തോടൊപ്പം സംഘടിപ്പിക്കുകയുണ്ടായി. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് പല റൂമുകളിലും തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചത്. ഈ ആഘോഷം 4 ദിവസം വരെ നീണ്ടുനിൽക്കും. ജിദ്ദയിൽ നിന്നും ജാഫർ അലി പാലക്കോട്, ജയ് ഹിന്ദ് ന്യൂസ്.